ഈശോയേ ഒന്നു വരാമോ ഈശോയേ 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 മേലേ മാനത്തെ ഈശോയേ ഒന്നു വരാമോ ഈശോയേ കാണാ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യമേ സ്നേഹോദാരമൻ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ മേലേ മാനത്തെ ഈശോയേ ഒന്നു വരാമോ ഈശോയേ 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 അനുഗ്രഹങ്ങളും കൃപയും പ്രാപിക്കുകയും ചെയ്യുവാൻ സംഗതിയാക്കണം. മഹിമയോടെ രാജകുമാരി വലതുവശത്തായ രാജേശ്വരിയും ഓഫീർ തങ്കത്തുയിലങ്കിയണിഞ്ഞോടെ കേൾക്കുവാനോ ഗജവിരായിരിക്കാം. Oh
മനോനയനങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. മരണകരമായ വിളിഞ്ഞുകൊണ്ട് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും പ്രസിദ്ധിക്കുകയും ചെയ്യുന്നതാകണമേ. അതുപോലെ എനിക്ക് ഞെരുക്കമുണ്ടാകില്ല. മറുപടിയുള്ള നിന്റെ വിശുദ്ധ അല്പതകളെ പിന്തുടരുകയും ചെയ്യുമാറാകണം. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായിക്ക് പുതിയ സ്തോത്രവും സമർപ്പിക്കുന്നു. ഉണ്ടായിരിക്കട്ടെ. അത് കാരണത്താൽ പാപമാകുപോലെ തന്നെ നമ്മൾ കർത്താവായ യേശുമിശിഹാ മൂലം നിത്യജീവനിലേക്ക് നീതിയും കൃപയുമായി വാനായിട്ടുണ്ടാവുന്നു. ആയതുകൊണ്ട് നാം എന്താണ് പറയേണ്ടത്? വർണ്ണിപ്പാനായിട്ട് പാപം തന്നിരിക്കണമെന്നോ ഒരിക്കലും പാടില്ല എന്നുള്ള നാം പാപത്തിന് സത്യം മുതലായ നാം പിന്നായും അത് തന്നെ ജീവിക്കുന്നതെങ്ങനെ? അല്ലെങ്കിൽ യേശുമിശിഹായ മാമോയ സമന്യവരായ നാം അദ്ദേഹത്തിന്റെ മരണത്തിലാവുന്നു. മാമോയ ഇതെന്ന് നിങ്ങൾ അറിഞ്ഞുള്ളയോ? യേശുമിശിഹാ പിതാവിന്റെ പിതാത്തോട് കൂടി മരിച്ചവരുടെ നിന്ന് പുനരുദ്ധാനം ചെയ്ത പ്രകാരം തന്നെ നാമം പുതിയ ജീവി സഞ്ചരിപ്പാനായിട്ട് മാമോയ സ്വരൂപമായ മരണത്താൽ അവിടുത്തെ ഒരുമിച്ച് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ ദൈവത്തിന്റെ ജീവനുള്ള വചനറിയിപ്പിനെ കേൾക്കണം. ോ
സ്പർശമയോനി സോമൻ ലോകോ സബ്രോനോ തം സാബ്രഹായി പുക്കോനോ ലവൽമോ സബനോ ഹോകിൽ ദാം ദബ്രോനോ സേതു മോറാൻ വലോഹാൻ ബോറു കുദിലാനെ ശുവം സിഹോം മെൽസോദായ നാളോ ഹോദേസ് കാസാമൻ സുൽത്തോ കാദിസ് തുമറിയാം ബാരിക് മോഹോലെന്തൻ വഹാനോ യോഹന്നാനെ കുറിച്ച് ഇദ്ദേഹം മശിയായിരിക്കുമോ എന്ന് സംശയിച്ച ജനമെല്ലാം ഉള്ളു ചിന്തിച്ചൊരുങ്ങിയിരിക്കുമ്പോൾ യോഹന്നാൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാമോദീസ നൽകുന്നു. എന്നാൽ എന്നേക്കാൾ ബലവാനായവൻ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെരുപ്പുകളുടെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അദ്ദേഹം പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങൾക്ക് മാമോദീസ നൽകുന്നു. ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ലെന്ന് സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു. ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ആത്മാവുമാകുന്നു. വിശുദ്ധ ശിഷ്യന്മാർ ഓതിയതായ ദൈവിക ശാസം ഇവർക്ക് നൽകണമേ. വിശുദ്ധാത്മാസീകരണത്തിന് ഇവളെ ഒരുക്കിക്കൊണ്ട് വിഗ്രഹാരാധനയെ സകല വിശുദ്ധയും ഇവളുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കണമേ. വീണ്ടും ജനനസ്നാനത്തിന് ഇവളെ യോഗ്യയാക്കണമേ. ഞങ്ങളും കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹ എന്ന നിന്റെ മുഖാന്തരം പാപമോചനത്തിന് ഇവിടെ അർഹയാക്കണമേ. നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധകായ്ക്കും സ്തുതി ബഹുമാനവും ആധിപത്യം ഇപ്പോഴും എല്ലാ സമയത്തും എന്നെ യോഗ്യമാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മറിയം നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു. ഞാൻ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയുള്ളയും അഹങ്കാരിയുമായും ശാസിച്ച് നിന്റെ ദാസിയെ സൗന്ദര്യാക്കണമേ. അല്ലേ അശുദ്ധാത്മാവേ, വരുവാനിരിക്കുന്ന ന്യായവിധിയെ നീ ഭയപ്പെട്ടുകൊള്ളുക. ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുതെന്നാൽ അത് ശാസികളുടെ അധിവാസ സ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാകുന്നു. പുത്രപുത്ര ശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശബ്ദം ചെയ്യിക്കുന്നു. അശുദ്ധാത്മാവേ, നീ സമൂലം വേഗത്തിൽ നിശേഷം നീങ്ങിപ്പോകുക, മത്സരിക്കരുത്. മാമോദീസമുങ്ങുന്ന മറിയമാകുന്ന ഞാൻ സാധാരണ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. മാമോദീസമുങ്ങുന്ന മറിയമാകുന്ന ഞാൻ സാധാരണ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെയുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. മാമോദീസമുങ്ങുന്ന മറിയമാകുന്ന ഞാൻ സാധാരണ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയും ഉപേക്ഷിക്കുന്നു. മാമോദീസമുങ്ങുന്ന മറിയമാകുന്ന ഞാൻ വശകം തന്നെ നിന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്നേഹന്മാരും പിതാക്കന്മാരും
മുഖാന്തരം ദൈവികമായി നിന്നാൽ പരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസിൽ നിന്ന് മറിയമാകുന്ന ഞാൻ മെശിഹ തമ്പുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്നേഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ പരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങൾ ചേർന്ന് വിശ്വസിക്കുന്നു. മാമോദീസിൽ നിന്ന് മറിയമാകുന്ന ഞാൻ മെശിഹ തമ്പുരാനെ നിന്നിലും പരിശുദ്ധന്മാരായ ദീർഘദർശിമാരും സ്നേഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ പരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ജന്മത്താൽ പുത്രിയാസ്വീകാരത്തിന് അർഹയായി തീരുവാൻ വേണ്ടി സന്തോഷതൈലത്താൽ മറിയം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരുടെ നാമത്തിൽ നിത്യജീവനായി മുദ്രകുത്തപ്പെടുന്നു. വാറുമാഘോഷമായി തീർക്കണമെന്ന് ദൈവദാസിയാലും വ്യാപാരമുണ്ടാക്കണമേ. അതിന്റെ ദാസിക്ക് ധരിക്കുവാനും പുത്രന്റെ മനുഷ്യക്കാരും എന്റെ പരിശുദ്ധാത്മനെ പാവത്തിൽ നിന്നുള്ള മോചനവുമായി തീരുവാൻ ക്രമീകരണം ചെയ്യണമേ. ജെറൂസലേം യോഹന്നാൻ സ്നാനം ചെയ്തതിനുള്ളിൽ മാസികാനീരിൽ നിന്നും തീരത്തേറുമ്പോൾ അവനെ മാറി ചവനിയും അമ്പരവും കതിരുകൾ കൂപ്പി നിരയോടൊറ്റുകളെ വാഴ്ത്തിയ ദൈവത്തെ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ പാർക്കുമോ ആചാര്യൻ മാമോദീസ തുറക്കുമ്പോൾ നേരെ ദൂതന്മാർ ആശ്ചര്യം വാനിൽ മൺവരെഴുതി ജ്വാലോപരി നിന്നിട്ടാറുമായി ചെയ്യുന്ന ആഹ്വാനം റൂഹ സത്വരമുത്തരമായി നിറവേറ്റി പാവം പാവനമാക്കുന്നു. ഹല്ലേലൂയ മാമോദീസായേ വെടിപ്പാക്കുന്നവനും സർവ്വവിധ നന്മകളെ പ്രദാനം ചെയ്യുന്നവനാകുകയും നിനക്ക് നിന്റെ ഏകജാതന് പരിശുദ്ധരൂഹായിക്കും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. വെള്ളത്തിന്റെ നേരെ തിരിഞ്ഞ് ഇതിനെ ശുദ്ധീകരിക്കാൻ നിന്നോടുകൂടെ നിന്റെ പിതാവിനോടും മനോവേദനയോടെ അപേക്ഷിക്കുന്നു. ഈ മാമോയിസ വെള്ളത്തിന്മേലാസ്തിനെത്ര ഭയങ്കരവും ഈ സമയത്ത് മയ്യവുമാവുന്നു. നിങ്ങളൊക്കെ തോളും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കണമേ.
സർവാധിപതിയാകുദൈവമായ കർത്താവേ, വെള്ളത്തെ ആശ്വാസജലവും സന്തോഷകരവും ആനന്ദകരവുമായ വെള്ളവും നിന്റെ ഏകപുത്രന്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും ദൃഷ്ടാന്തപ്പെടുന്ന വെള്ളവും വെടിപ്പാക്കുന്ന വെള്ളവുമാക്കി തീർക്കണമേ. ജലത്തെ ആത്മശരീരങ്ങളുടെ മാലിന്യത്തെ ശുദ്ധീകരിക്കുന്നതും ബന്ധനങ്ങളെ അഴിക്കുന്നതും പിഴകളെ ക്ഷമിക്കുന്നതും ആത്മശരീര